അസ്സലാമു അലൈക്കും. ഹലോ ഗൈസ്. അങ്ങനെ ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് കണ്ണൂർ മുഹമ്മദാക്കയും നേരെ തായിഫ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത് സമീർ കൈൽ ക്രോക്കറി അവിടെ എയർപോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവനെടുക്കാണ്ടി പോയതാണ്. ഹല മർഹബ, ഹല ഹല വല്ല. അങ്ങനെ ഞങ്ങൾ ഓൻ ഇവിടെ തായിഫിൽ എത്തിയപ്പോൾ ആ തണുപ്പ് ഓനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. തണുപ്പിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ അവൻ്റെ തണുപ്പ് ഞാൻ കേൾക്കാം. ഇത് വ്ളോഗാണ് നമ്മളെ. ഞാൻ ഭക്ഷണം കണ്ട് സൂപ്പറാണ്. ഇവിടുത്തെ നമ്മളെ നാടൻ ചായയും മരച്ചായയും അത് നമ്മളെ കമ്പം പീങ്ങിയതും നമ്മളെ സുഡാനി കാക്കാനിരുന്ന് നല്ല പരിപാടിയാണ്. അപ്പോൾ അതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തണുപ്പുണ്ട്, നല്ല പടക്കം പൊട്ടിയോ. തണുപ്പ് ഡിഗ്രി എത്ര അറിയില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഞാൻ ഇന്നലെ വന്നോണ്ട് അറിയില്ല, ജലദോഷം പിടിച്ചോണ്ട് ചെറിയ ബുദ്ധിമുട്ട് തണുപ്പ്, പക്ഷെ നല്ല പിടിച്ചു. അങ്ങനെ പ്രഭാതരാവത്തെ എന്തൊക്കെ സാധനം അത് മറ്റേ ഗുലാബ ഇറങ്ങി ബിസിനസ്സിനെ പറ്റിയുള്ള പഠനമാണ്. ഉറപ്പനെയാണ് അത്. അല്ലാതെ ഇങ്ങനത്തെ പ്രശ്നം എങ്ങനെ ഉണ്ടാവും. പിന്നെ അൽബേക്ക് അല്ലേ, ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അൽബേക്കാണ്. സൗദിക്കാരെ ഏക സന്തോഷം നൽകുന്ന സൗദിയിലേക്ക് ആര് വന്നാലും ആദ്യം രണ്ടാം രാത്രി അൽബേക്ക് നമ്മളെ കണ്ണൂരമാക്ക സ്പോൺസർ ചെയ്ത അൽബേക്കിലൂടെ ആഘോഷിക്കാൻ ഒരു സാധനം ചെയ്യണമല്ലോ. അങ്ങനെ ഈ ഫോട്ടോ എടുക്കണ എന്തിനു വീഡിയോ എടുക്കണം? ചെറിയൊരു മൂമെന്റ്സ് ഒക്കെ ഉണ്ടാവണം. ആ ദിവസം ഞങ്ങൾ രാവിലത്തെ ഫുത്തൂർ തുടങ്ങി. മത്താം കർമൂസി മുത്തബക്ക് ഇത് മാസൂബ്, അത് തമീസ് വിത്ത് നമ്മളെ മോമാക്ക. കേട്ടോ നല്ല മതിയുണ്ട്. هلا هلا قربنا يا شيخ. والله خير ما دريت اخوك هناك. ايوه انا خلاص അന്തരീക്ഷം എന്താ വരി വരി വരിയായി കാരക്ക കായ്ക്കുന്നു നിര നിര നിരയായി. ഹായ്. അങ്ങനെ നമ്മൾ ഒട്ടകത്തിന്റെ ഫാമിലേക്ക് നമ്മൾ വന്നു. നമ്മൾ ഒട്ടകത്തിൻ്റെ ഫാമിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടകത്തിൻ്റെ ഫാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. സമീറേ, എങ്ങനെയുണ്ട് ഒട്ടകങ്ങളൊക്കെ? ഏതൊക്കെ തരം ഒട്ടകങ്ങളാണ് കണ്ടത്? അതും ചെറിയ ഒട്ടക കുട്ടി.
അല്ലേ? വെള്ള, കറുപ്പ്, ബ്രൗണ്, മാഷാ അല്ലാ. ഒട്ടകങ്ങൾ പല ജാതി ഒട്ടകങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അസ്സലാമലൈക്കും. അങ്ങനെ നമ്മളിന്ന് തായിഫിലെ സൂക്കുൽ ഖനം കാണാൻ വേണ്ടി വന്നതാണ്. ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് സെമീറും. മാഷാ അല്ലാ, ഇത് വെള്ളിയാഴ്ചയാണ്. ഇന്നിവിടെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് മൃഗങ്ങളെ, പക്ഷികളെ, കോഴികളെ, താറാവ്, അതുപോലെ ഓരോ മൃഗങ്ങളെ ഇവിടെ വിൽക്കാനും വാങ്ങാനും ആളുകൾ ഈ ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ചന്തൻ്റെ പ്രത്യേകത വെച്ചാൽ വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ചന്ത സൂക്കുൽ ഖനം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം തായിഫിൻ്റെ കുറച്ച് ഉള്ളേരിയാണ്. ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ സൗദിയിലുള്ള ആളുകൾ, തായിഫിലുള്ള ആളുകളൊക്കെ ഇവിടെ വരുമ്പോൾ അതൊക്കെ സന്ദർശിക്കുക. ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം വയ്ക്കാൻ നമുക്ക് വളർത്തിരിക്കും. അപ്പോൾ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വെള്ളിയാഴ്ച നിസാർ എന്നോട് പറഞ്ഞു എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. 4 മണിക്ക് റെഡിയായി നിന്ന റൂമില് ഇത് ഇന്നേ വരെ കാണാത്തൊരു സംഭവത്തൊക്കെ കൊണ്ടുകൊണ്ട് പറഞ്ഞു. സംഭവം സർപ്രൈസ് ആയിരുന്നു. ഇവിടെ എത്തിയപ്പോഴാ സംഭവം അറിഞ്ഞത്. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളി. പണ്ടൊക്കെ നമ്മളെ നാട്ടില് മറ്റേ ചന്ത, മഞ്ചേരി ചന്ത, പാണ്ടിക്കാട് ചന്ത കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇന്ന് കുറെ പോയി, വേഴ്ച ചന്തകളെ പോയി. പക്ഷെ അതിലാറെ ഭയങ്കര രസമായിട്ട് അത് ഫുൾ അറബ്സ് മാത്രം. അതാണ് ഞാൻ ഫസ്റ്റ് വെച്ചാല് ഇവിടുത്തെ അറബികളിലെ ബതുക്കളുണ്ടല്ലോ, അവരാണ് ഈ കോഴികളെയും മറ്റുള്ള അങ്ങനത്തെ ഓരോ മൃഗങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. ഇത് നമ്മള് തോൽപ്പ് ടൗണിൽ നിന്ന് കുറെ ഉള്ളിൽ പോകുന്നില്ല. ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉള്ളിൽ പോരാണ്ട്. അത് ഗ്രാമം തന്നെയാണ്. തീർച്ചയായിട്ടും ഫുള്ള് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന്റെ ഉള്ളിലാണ് ഈ ഇത് കിടക്കുന്നത്, ഈ ചന്ത. അതായത് സൂക്കുൽ ഖനം എന്ന് പറയും കേട്ടെ. സൂക്കുൽ ഖനം അതായത് ചന്ത, നമ്മുടെ സാധാ മാർക്കറ്റ്. ഒരുവിധ ജീവുള്ള എല്ലാ സാധനവും തീർച്ചയായിട്ടും. കോഴിക്കൾ തന്നെ ഏതൊക്കെ വിധം കോഴിക്കളാണ്? സിൽക്കി, അമേരിക്കന്റെ ഫാൻറ്റം. അതെ, അതിങ്ങനെ കുറെ ആൾക്കാരെ ഒരു ചെറിയ മൈക്കൊച്ച് കൂട്ടത്തോടെ മറ്റേ ലേലം വിളിക്കുന്നുണ്ട്. അല്ലാതെ പക്ഷെ ഒരുപാട് കുട്ടികളാണ്. കുട്ടികൾക്കാണ് ഇത് ഭയങ്കര രസം. കുട്ടികളാണ് വാങ്ങിക്കൊണ്ടുപോകുന്നത്. തീർച്ചയായും വീട്ടിൽ നമ്മൾ വളർത്താൻ വേണ്ടിട്ടൊക്കെ പെറ്റ്സാണ്, ഓരോ ഓമിച്ച് വളർത്താൻ വേണ്ടിട്ടൊക്കെയാണ്. ലവ് ബേർഡ്സ്, അരയന്നന്, പിന്നെ ഇപ്പൊ വെറൈറ്റി ഒക്കെ ഉണ്ട്. നമ്മളെ ഇവിടെ കണ്ടാവും, സൂലൊക്കെ ഉണ്ടാണ്. വലിയൊരു കോഴി ഉണ്ടല്ലോ, കാട്ടുകോഴി, നല്ല രസമുള്ള പല കളറിലുള്ള അത്. പിന്നെ തത്തകള്, വ്യത്യസ്തമായ തത്തകള്. അതെ അതെ, നമ്മുടെ നാട്ടിൽ നിന്നും കാണാത്ത പല അത്യാവശ്യം നല്ല വില ഉള്ളതും എല്ലാതും ഉണ്ട്. ഏതായാലും അതിനുള്ളിൽ പോയി കഴിഞ്ഞാല് കുറച്ചുപാട് സംഭവങ്ങൾ കാണാം. അപ്പൊ കാണല്ലേ, കാണാൻ പോവാ. ബൈ. അങ്ങനെ ഇതാണ് തായിഫിലെ പേരുണ്ടോ? അതായത് അപ്പൊ ഇവിടെ തായിഫിൽ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനത്തെ പോയ പ്രതീക്ഷയുണ്ടോ? സാധാരണ മിഡിൽ ഈസ്റ്റിലൊക്കെ ഗൾഫ് കൺട്രിയിൽ ഇങ്ങനെ മഴ അതൊന്നും ഉണ്ടാവില്ലല്ലോ. അത് കാണണമെങ്കിൽ മഴ ചെയ്താലോ? മഴ പെയ്തിട്ട് ഒന്നാഴ്ച ഒഴുകും. നീണ്ട് കിടക്കുകയാണ്. കടയിലൊക്കെ നല്ല സ്ട്രോങ് ഉണ്ട്. വെള്ളം പറ്റി വരുന്നുണ്ട്. നമ്മളെ നാട്ടിലെ ചെറിയ മീനുകളും ഇതെന്താ മഴ ചെയ്തുണ്ട്. ഒരു കല്ലാങ്കാരിൻ്റെ മീൻ. ശരിതാ. അങ്ങനെ തായിഫിലെ അൽഹദ ചുരത്തിൻ്റെ മുകളിൽ നിന്നും മാഷാ അല്ലാഹ് ഇന്നത്തെ കാലാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്നുണ്ട് തായിഫിൻ്റെ മുകളിൽ. അതുപോലെ താഴെ ചുരത്തുമ്പോൾ നല്ല കോടയാണ്. എന്താണ് അവസ്ഥ? അടിപൊളി വൈബല്ലേ? ഒരു മൂന്നാറ് ഒക്കെ പോയ ആ വൈബ് എന്തായാലും ഉണ്ട് അല്ലേ? അങ്ങനെ അൽമോയയിൽ നമ്മളെ മച്ചുണ്ണിനെ കാണാൻ വേണ്ടിയിട്ട്
കാലേന ഉണ്ടോ കെച്ചോ? ഇത് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് കല്ല് കെച്ചോ എവിടേക്കാ? എന്താണ് ഇത് പറഞ്ഞത്? വലിയ എന്താ പറഞ്ഞത്? എന്ത് കല്ലാണ് ഇത്? എന്താണ് ഈ കല്ലുമ്പോൾ നമ്മൾ നടക്കണ പറഞ്ഞാ? അങ്ങനെ ഞങ്ങള് ജുബൈലാണ് സമീറെ. ജുബൈലിലെ ഫുഡ് തെറാപ്പിയാണിത് അല്ലേ? കല്ലുകളിലെ നടത്താം. കുറവാ ഞാൻ അനുഭവം പറയണം ഇത് കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോ. ചോദിക്കാം എങ്ങനെയാണ് അനുഭവം ചോദിക്കാം. അടുത്ത രസം തേടിയാണ്ട് പോകുന്നത് നമ്മൾ വന്നു ഇവിടെ എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ കരിയുമ്പോൾ അതിനൊപ്പം ഉച്ചക്കത്തെ ഊണാണ്. ഇത് ബ്ലോഗാട്ടോ. ഇത് മറ്റേ ഡ്രസ്സില്ല മറ്റേല്ലാം അറിയാതെ 21 ദിവസത്തെ പ്രവാസ ജീവിതം എന്താണ് സൗദി സന്ദർശനത്തിന് ശേഷം വീണ്ടും ഇന്ത്യച്ചുടൻ നാട്ടിലേക്ക്.